എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരങ്ങൾ. ഇതുവരെ നമ്മൾ മനസ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ചൊക്കെ പഠിച്ചു, മനസ്സിലാക്കിയെടുക്കാൻ നോക്കി. ഇനി അവസരങ്ങൾ കിട്ടും നമുക്ക്. മനസ്സിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയെടുത്താൽ മാത്രമേ, ആ മനസ്സിനെയും മറികടന്ന് പോയാൽ മാത്രമേ മനസ്സിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം, അടക്കാനല്ല, എങ്ങനെ കൈകാര്യം ചെയ്യാമെന്നുള്ളത് മനസ്സിലാവത്തുള്ളൂ. ശരി, ഇത്രയും ദിവസമായിട്ട്, ഒരു 5 ദിവസമായിട്ട് മനസ്സിനെക്കുറിച്ച് തന്നെ നമ്മൾ പഠിക്കുന്നു. എന്തിനാ അതിനെ ഇത്രയും വിശദമായിട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, മനസ്സിൻ്റെ നോ തോട്ട് സ്റ്റേറ്റ് കൊണ്ടുവന്ന് നമുക്ക് എൻലൈറ്റൻമെൻറ്റ് കിട്ടണം. എൻലൈറ്റൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? മുക്തി കിട്ടണം. ഓക്കെ, അപ്പോൾ മുക്തി കിട്ടാൻ ഒരു വഴിയിൽ നിന്ന് നമ്മൾ ഈ ചാനലിൽ കൂടെ പുറപ്പെട്ട് കഴിഞ്ഞു. അതിപ്പം വളരെ ഫാസ്റ്റ് ട്രാക്കിലാണ് നമ്മൾ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേരുണ്ട് ഇപ്പം നമുക്ക്. അപ്പം ഓരോരുത്തരുടെയും കൈ കോർത്ത് പിടിച്ച് നമ്മളെല്ലാവരും കൂടെ ഒട്ടുമൊത്തമായിട്ടങ്ങ് മുക്തി നേടാനുള്ള പുറപ്പാടിലാണ്. അപ്പം ഈ എൻലൈറ്റൻമെൻറ്റ് എന്ന് വെച്ചാൽ എന്തുവാ? ജ്ഞാനോദയം എന്ന് വെച്ചാൽ എന്തുവാ? ജ്ഞാനം ഉദിക്കുന്നു. ആ ജ്ഞാനം ഉദിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരു അനൗൺസ്മെൻറ്റോട് കൂടിയൊന്നും വരത്തില്ല. പെട്ടെന്ന് അത് രാവിലെയാകാം, രാത്രിയാകാം, ഉച്ചയ്ക്കാകാം, നമ്മൾ കിടക്കുമ്പോഴാകാം, നടക്കുമ്പോഴാകാം, എപ്പം വേണമെങ്കിലാകാം. എന്താ വെച്ചാൽ ഓരോ മഹാന്കളും അവരവരുടെ എക്സ്പീരിയൻസൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ചിലരൊക്കെ നല്ല രീതിയിൽ ബുക്സുകൾ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അതൊക്കെ വായിക്കുമ്പം ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ ജ്ഞാനോദയം കിട്ടുന്നത്, എൻലൈറ്റൻമെൻറ്റ് കിട്ടുന്നത്, അതായത് മുക്തി കിട്ടുന്നത്. ഓക്കെ, അപ്പം മെയിനായിട്ട് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കണം. മനസ്സിൻ്റെ നോ തോട്ട് സ്റ്റേറ്റ് കൊണ്ടുവരണം. ഈ നോ തോട്ട് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ഒരു വിചാരം പോലും, ഒരു വിചാരത്തിൻ്റെ അംശം പോലും മനസ്സിൽ നിന്ന് ഉദിക്കാൻ പാടില്ല. അങ്ങനെ മനസ്സ് എത്രയ്ക്ക് കാമായിട്ടിരിക്കുന്നോ ആ സ്റ്റേറ്റിലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം കുറേ നാൾ. അപ്പോഴേ ഈ ജ്ഞാനോദയം കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ നോ തോട്ട് സ്റ്റേറ്റ് കൊണ്ടുവരാനുള്ള വലിയ എളുപ്പമുള്ള മാർഗമാണ്. വലിയ മാർഗം എന്ന് വെച്ചാൽ അത്രയും എളുപ്പത്തിലുള്ള ഒരു മാർഗമാണ്. വലിയ മാർഗം തന്നെയാണ്, പക്ഷേ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതാണ് ധ്യാനം. ഓക്കെ, ഇപ്പോൾ ഈ ധ്യാനം തന്നെ വെസ്റ്റേൺ കൾച്ചറിലും ഉണ്ട്, നമ്മുടെ ഈസ്റ്റേൺ കൾച്ചറിലും ഉണ്ട്. നമ്മുടെ നാട്ടിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം തുടക്കം കുറിച്ചിട്ടത് മാത്രമല്ല, ഒരുപാട് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഓരോ ഘട്ടത്തിലും ഈ ഹിസ്റ്ററിയിൽ ഇങ്ങനെ നോക്കിയാൽ ഓരോ ഘട്ടത്തിലും ഓരോ ധ്യാനമായിരിക്കും പ്രാബല്യമാകുന്നത്. ഓക്കെ, പ്രാബല്യമാകാൻ ഒരു ഗുരു വളരെ ശ്രമിക്കും. ആ ഗുരു ഒരുപാട് ബോധനകളൊക്കെ കൊടുക്കും. അപ്പോൾ ഒരുപാട് ഫോളോവേഴ്സ്, ഗുരുവിനെ ഫോളോ ചെയ്യാൻ ആൾക്കാരുണ്ട്, ശിഷ്യന്മാർ ഉണ്ടാകും. അപ്പോൾ അതിന് കണ്ടിട്ട് കോമൺ മാനും നമ്മളെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാരും അവരുടെ പിന്നാലെ തുടരും. അപ്പോൾ ഇങ്ങനെ ഓരോ സ്റ്റേജിലും ഓരോ മഹാന്കൾ ഒരുപാട് നമ്മളെപ്പോലെ സാധാരണപ്പെട്ടവരെ നന്നാക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഈ ധ്യാനത്തിനെക്കുറിച്ച് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഓക്കെ, അതിന് പിന്നെയായിരിക്കും നമ്മൾ ധ്യാനത്തിൻ്റെ മെത്തേഡ്സിലും ഡീപ്പായിട്ട് നമ്മൾ പോകുന്നത്. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ധ്യാനം പാർട്ട് 1. ഇതെന്തുവാണോ? ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് വെച്ചാൽ എന്തുവാ? ധ്യാനത്തിൽ ചെയ്യേണ്ടിയതും ചെയ്യരുതാത്തതും. ഓക്കെ, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളത് ആദ്യമേ ഞാൻ പറഞ്ഞു തന്നേക്കാം. ഓക്കെ, ഫസ്റ്റ് കാര്യം, ഇപ്പം നമ്മളുടെ കമ്മ്യൂണിറ്റി തന്നെ എത്രയോ പേരുണ്ട്. നമ്മളെല്ലാവരും
ഈ ധ്യാനം ചെയ്യാനായിട്ട് പുറപ്പെട്ടിരിക്കുവാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിൽ നല്ല ഒരു ഉറച്ച തീർമാനമാണ്. ധ്യാനം ചെയ്ത് മനസ്സിനെ നോ തോട്ട് സ്റ്റേറ്റിൽ കൊണ്ടുവന്നാൽ അതായിരിക്കും മുക്തി എന്നുള്ളത്. അപ്പോൾ എത്ര നമ്മുടെ ഗോളിന് അടുത്തടുത്ത് വരുന്നു നമ്മൾ. ഓക്കെ, അത് തന്നെ എനിക്കൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഓക്കെ, അപ്പം ഇത് 48ാമത്തെ വീഡിയോ ആണ്. അതിനിടയ്ക്ക് നമ്മൾ ഗോളിനെ എത്തിച്ചേരാനുള്ള വഴികൾക്കെല്ലാം അടുത്ത് വന്നു നമ്മൾ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പം ഫസ്റ്റ് കാര്യം, ഞാൻ ഇതിൽ ഒരു 10 പോയിൻ്റാണ് ഞാൻ എഴുതി വച്ചിരിക്കുന്നത്. 10 പോയിൻറ്റും ഞാൻ മറക്കാതെ പറയണമെന്ന് വിചാരിച്ച് എൻ്റെ നോട്ട്ബുക്കും കയ്യിലേ ഉണ്ട്. എന്ന് വെച്ചാൽ ചുമ്മാതെ ഇങ്ങനെ മനസ്സിൽ തോന്നുന്നതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിൽ തോന്നുന്നതെല്ലാം ഞാൻ 1, 2, 3 പ്രാവശ്യം പേപ്പറിൽ നോട്ട്ബുക്കിൽ എഴുതി ചിട്ടപ്പെടുത്തി അതിന് പിന്നെ ഞാൻ വീഡിയോ എടുക്കത്തുള്ളൂ. എന്താ വെച്ചാൽ എൻ്റെ സമയവും വിലപ്പെട്ടതാണ്, നോക്കുന്ന നിങ്ങളുടെ സമയവും വിലപ്പെട്ടതാണ്, ഇല്ലയോ? അതുകൊണ്ടാണ്. ഇപ്പം ഫസ്റ്റ് കാര്യം, നമ്മളെ ഇപ്പം ധ്യാനം ചെയ്യാൻ ഒരുങ്ങുന്നു എന്നുള്ള കാര്യം ലോകത്ത് മൊത്തം അറിയിക്കരുത്. തണ്ടോരായിട്ട് നാളെ തൊട്ട് ഞാൻ ധ്യാനം ചെയ്യാൻ പോവാണ്, എനിക്ക് ഉറപ്പായിട്ട് ഈ ജന്മത്തിൽ തന്നെ മുക്തി കിട്ടും, ഇങ്ങനെ ആരിടത്തും നമ്മൾ പറയരുത്. ഇങ്ങനെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ വളരെ രഹസ്യമായിട്ട് വേണം ചെയ്യാൻ. നല്ലപോലെ നമ്മളും ഒരു നല്ല മുക്തി കിട്ടിയ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ആളുകളുടെ അടുത്ത് പറയാം. അല്ലാതെ അതിനു മുമ്പേ ചെവി അറിയാത്ത രീതി വേണം നമ്മൾ ഇതൊക്കെ തുടങ്ങാനും തുടർന്ന് ചെയ്യാനും. ഓക്കെ, അപ്പം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാര്യം, ഡോണ്ട് ഡിക്ലെയർ ടു ദ വേൾഡ്. അതായത് തണ്ടോറായിട്ട് പറയരുത്, ഞാൻ നാളെ തൊട്ട് ധ്യാനം ചെയ്യാൻ പോവാണേ, അപ്പം വീട്ടിലാരും മിണ്ടി പോരുത്, നോ TV, നോ സൗണ്ട്, നോ നോയ്സ്, ഇതൊന്നും പറയരുത്. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് നമുക്ക് വേണ്ടി മാത്രമാണ്. അപ്പം മറ്റവരെ അതിൽ എത്രത്തോരം ഇൻവോൾവ് ചെയ്യാതിരിക്കുന്നോ അത്രയും ദൂരം നല്ലത്. പിന്നെ ഇപ്പോൾ ഒരു കുടുംബത്തിൽ 4 പേര് കാണും, അല്ലെങ്കിൽ 5-6 പേര് കാണും, അതിന് മുകളിലില്ല ഇപ്പം. അപ്പം ഈ 5-6 പേരിലോ അല്ലെങ്കിൽ 4 പേരിലോ, അല്ലെങ്കിൽ ഭാര്യയാണെങ്കിൽ ഭർത്താവോ, ഭർത്താവാണെങ്കിൽ ഭാര്യയോ, ആരെങ്കിലും ഒരാൾ നമ്മൾ പറയുന്നത് മനസ്സിലാക്കുന്ന ഒരു ആളായിരിക്കും. എല്ലാവരും നമ്മളെ മനസ്സിലാക്കണമെന്നില്ല. ഓക്കെ, അപ്പം ആര് നമ്മളെ മനസ്സിലാക്കുന്നോ അവരിടത്ത് മാത്രം ഈ ധ്യാനം തുടങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞാൽ മതി. ഓക്കെ, ആര് നമ്മളെ കൂടുതൽ മനസ്സിലാക്കുന്നോ അവരടുത്ത് മാത്രമേ ഈ കാര്യം പറയാവൂ. പിന്നെ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടിയേ, നമ്മൾ എപ്പോഴാണ് തുടങ്ങേണ്ടിയേ, അതിനെന്ന് ഞാൻ നേരത്തെ ഇതിനെല്ലാം ഇൻട്രഡക്ഷൻ തന്നിട്ടുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതായത് മറ്റവരെല്ലാം ഉണരുന്നതിന് മുമ്പേ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ തീർത്തിരിക്കണം. ഓക്കെ, അപ്പം ഏതാ സമയം? 3-ലിരുന്ന് 6 വരെ, രാവിലെ 3 തൊട്ട് 6-നകം ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അതിന് ഒരുപാട് വഴികളൊക്കെ പറഞ്ഞു തന്നു. ഇനി ഞാൻ അതിനകത്ത് കടക്കുന്നില്ല. ഓക്കെ, ഇപ്പം ഈ 3 തൊട്ട് 6-നകം ചെയ്യുന്നത് നല്ലതെന്ന് പറഞ്ഞാൽ അതിന് ട്രാഫിക് കുറവായിരിക്കും. അതുമാത്രമല്ല, ഈ പ്രപഞ്ചം തന്നെ നമ്മളെ സഹായിക്കും ആ സമയത്ത് നമ്മൾ ചെയ്താൽ. എത്രയോ പേര് സുഖം പിടിച്ച് കിടന്ന് ഉറങ്ങുന്നു. ആ സമയത്ത് നമ്മൾ മെനക്കെട്ട് എണ്ണിച്ച് പല്ല് തേച്ച് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ കുളിച്ചിട്ട് ധ്യാനത്തിലിരിക്കുമ്പം ദൈവത്തിന് തന്നെ നമ്മളോട് ഒരു തനി ഇഷ്ടം തോന്നും. അപ്പം പ്രപഞ്ചം തന്നെ നമ്മളെ സഹായിക്കും. സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട് നമ്മളുടെ മേതെ നമ്മളെ സഹായിക്കാൻ. നമ്മൾ ഓരോ സെക്കൻഡും വാച്ച് ചെയ്യുന്ന സ്പിരിറ്റ് ഗൈഡ്സ് ഉണ്ട്. അവരെല്ലാം ഇറങ്ങി വരും. ഇവരിത്രയും ശ്രമിക്കുന്നല്ലോ, എന്നാൽ നമ്മൾ കൈ കൊണ്ട് ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തെള്ള് എന്ന് പറയുന്ന പോലെ നമ്മളെ സഹായിക്കാൻ അവർ ഇറങ്ങി വരും. ഓക്കെ, അതുകൊണ്ട് എത്രമാത്രം ഒക്കുവോ അത്രയും മാത്രം ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എണ്ണിക്കുക. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, 6 മണിക്ക് എണ്ണിച്ച് ശീലമുള്ളവർ 5 മണിക്ക് എണ്ണിച്ചാൽ മതി. ഓക്കെ, എല്ലാവരും 3 മണിക്ക് തന്നെ എണ്ണിക്കണമെന്നില്ല, അത് അവരവരുടെ കപ്പാസിറ്റി. ഓക്കെ, അതുമാത്രമല്ല, നേരത്തെ എണ്ണിക്കണമെങ്കിൽ നേരത്തെ രാത്രി കിടന്നേ പറ്റൂ. അപ്പോൾ അതൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. പിന്നെ ധ്യാനം ചെയ്യുമ്പം യാതൊരു പ്രതീക്ഷയും വേണ്ട. ഓക്കെ, അതാണ് വളരെ വളരെ അത്യാവശ്യം.
യാതൊരു പ്രതീക്ഷയും വേണ്ട. എന്താ വെച്ചാലേ ഓൾറെഡി ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ PMC ഇംഗ്ലീഷിലുണ്ട്, PMC തമിഴിലുണ്ട്, PMC മലയാളത്തിലുണ്ട്. അങ്ങനെയൊക്കെ പലരും പല രീതി അല്ലാതെയും പല വീഡിയോസൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം ചിലരൊക്കെ ചിലരുടെ അനുഭവങ്ങളെ പങ്കിടും. എനിക്ക് നീല ലൈറ്റ് ഇവിടെ കണ്ടു, എൻ്റെ മരിച്ചുപോയ അമ്മയെ കണ്ടു, അമ്മയുടെ കൂടെ ഞാൻ സംസാരിച്ചു. അങ്ങനെ പല പല അനുഭവങ്ങൾ പലർക്കും ഉണ്ടാകും, ഇല്ല എന്നല്ല. പക്ഷേ അതും ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ധ്യാനത്തിലിരിക്കാൻ പാടില്ല. അതുമാത്രമല്ല, ഒരു പ്രതീക്ഷ എവിടെ ഉണ്ടോ അവിടെയൊക്കെ എന്തുവാ, നിരാശകളാണ്. ഇതൊക്കെ യൂണിവേഴ്സൽ ട്രൂത്താണ്. ജീവിതത്തിൽ എവിടെ നമ്മൾക്ക് പ്രതീക്ഷയുണ്ടോ അപ്പം കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് തകർന്നു പോകും, നിരാശയാണ്. അതുകൊണ്ട് മെഡിറ്റേഷനിൽ നമ്മൾ ഒരു പ്രതീക്ഷയും ഇല്ലാതെ വേണം ഇരിക്കാൻ. ഓക്കെ. പിന്നെ ഇപ്പം മെഡിറ്റേഷൻ നമ്മൾ തുടങ്ങുന്നില്ലയോ, ആദ്യം ഒരു 15 മിനിറ്റ് ചെയ്താൽ മതി. ഒറ്റയടിക്ക് ഞാൻ 3 മണിക്കൂർ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യം ഒരു 15 മിനിറ്റ് ചെയ്ത് നോക്കുക. രാവിലെ എന്നെക്കൊണ്ട് ഒക്കും എന്ന് തോന്നിയാൽ വൈകുന്നേരം വരെ 15 മിനിറ്റ്, പിന്നെ അതിനെ 20 ആക്കുക, പിന്നെ അരമണിക്കൂറാക്കുക. അങ്ങനെ 1 മണിക്കൂർ ഒരു ദിവസം ചെയ്യാൻ പറ്റിയാൽ അതേ വലിയ കാര്യം. അല്ല, ഞാൻ വീട്ടിലാണ് ഇരിക്കുന്നത്, എല്ലാവരും ജോലിക്കൊക്കെ സ്കൂളിലൊക്കെ പോയ പിന്നീട് എനിക്ക് ഒരുപാട് സമയമുണ്ടെന്നുണ്ടെങ്കിൽ ധാരാളം കൂട്ടി ചെയ്യാം. 2 മണിക്കൂർ ചെയ്യാം, 3 മണിക്കൂർ ചെയ്യാം. അത് അവരവരുടെ കപ്പാസിറ്റി അനുസരിച്ച്. അപ്പം എത്ര മണിക്കൂർ ചെയ്യണമെന്ന് ചോദിച്ചാൽ അവരവരുടെ വയസ്സിനേറ്റ പോലെ. അതായത് 30 വയസ്സുകാരിക്ക് 30 മിനിറ്റ്, 60 വയസ്സുകാരിക്ക് 60 മിനിറ്റ്, അങ്ങനെ റഫായിട്ടൊരു കാൽക്കുലേഷൻ. അതുമാത്രമല്ല, ഈ മിനിറ്റ് കണക്കൊന്നും നോക്കിയിട്ടല്ല നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത്. പക്ഷേ പൊതുവേ നമുക്ക് വേണമെങ്കിൽ അലാറം പോലും വയ്ക്കാം. ഇങ്ങനെ അലാം ക്ലോക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൊബൈൽ യൂസ് ചെയ്യാം. ആദ്യം ടൈം സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ, ഇതാണ് എൻ്റെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നത്, അവരവരുടെ ഒരു വയസ്സിന് 1 മിനിറ്റ് എന്നുള്ള കണക്കിൽ വേണം നമ്മൾ കുറഞ്ഞത് ചെയ്യാൻ. കൂടുന്നതിൽ ഒരു കണക്കുമില്ല, എത്ര വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇത് വേറൊരു കാര്യം, ഇപ്പം ചിലരൊക്കെ കമൻസിൽ പറയുന്നുണ്ട്, ഞാൻ ഓൾറെഡി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ആനാപാനസതി ചെയ്യുന്നുണ്ട് എന്നൊക്കെ. അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. ഇത് നമുക്ക് തുടക്കം കുറിക്കാനുള്ളവർക്കാണ്, ബിഗിനേഴ്സിനാണ് ഈ ഡൂസ് ആൻഡ് ഡോൺസ് ഞാൻ പറയുന്നത്. അപ്പം ഈ തുടക്കത്തിലിരിക്കുന്നവർക്ക് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പം ഒരു 2 മാസം തുടർന്ന് ചെയ്യുമ്പോഴത്തേക്ക് ചില അനുഭവങ്ങൾ വരാം. ചിലർക്ക് ഒരു അനുഭവവും വരത്തില്ല. 6 മാസം, 1 വർഷം, 2 വർഷം ചെയ്താൽ പോലും അവർക്ക് യാതൊരു അനുഭവങ്ങളും വരത്തില്ല. എനിക്ക് കുറേ നാൾ അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ പിന്നെ എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് ചോദിച്ചു, എല്ലാവരും ഇങ്ങനെയൊക്കെ പറയുന്നല്ലോ, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് പേര് എന്തൊക്കെയോ പുതിയതൊക്കെ ഇട്ടൊക്കെ പറയുന്നല്ലോ, എനിക്കൊരിതും ഇല്ല. പതുക്കെ വളരെ ആലോചിച്ചാണ് അങ്ങനെ ഞാൻ ചോദിച്ചത്. അപ്പം പറഞ്ഞു, നിങ്ങൾക്കങ്ങനെ വരേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഓൾഡ് സോളാണ്. ഓൾഡ് സോൾ എന്ന് വെച്ചാൽ നേരത്തെ നിങ്ങൾ മെഡിറ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ മുൻപലത്തെ ജന്മത്തോ അതിൻ്റെ മുമ്പലത്തെ ജന്മത്തോ 3 ജന്മമായിട്ടോ 4 ജന്മമായിട്ടോ നിങ്ങൾ തുടർന്ന് മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യുമ്പം ഒരു പുതിയതായിട്ട് ഫ്രഷായിട്ട് ഒരു അനുഭവവും ഇല്ല. എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒറ്റയ്ക്ക് വരുന്നു, ഒറ്റയ്ക്ക് പോകുന്നു. അതിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ഒക്കുന്ന ഒറ്റ കാര്യം നമ്മൾ ചെയ്യുന്ന പാവപുണ്യ കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്, പൂജ ചെയ്യുന്നത്, അമ്പലത്തിൽ പോകുന്നത്, നല്ല സർവീസ് ചെയ്യുന്നത്, മറ്റവരെ സഹായിക്കുന്നത്, ഇതെല്ലാം ഒന്ന് പോസിറ്റീവ് കർമ്മയിൽ വരും. അത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെല്ലാവരും തന്നെ, ഇപ്പം ഈ ഗ്രൂപ്പിലുള്ളവരെല്ലാവരും തന്നെ ഏതോ ഒരു സമയത്ത് നമ്മൾ മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ജന്മത്ത് ഇപ്പം ചിലർ ചോദിക്കാം, എനിക്ക് ഇപ്പം ഓൾറെഡി 60 വയസ്സായി, അപ്പോൾ ഈ 60 വയസ്സ് വരെ ഞാൻ എന്തോ ചെയ്യാത്തെ എന്ന് ചോദിച്ചാൽ, അതൊക്കെ നമ്മളുടെ സോൾ പ്ലാനിങ് ആണ്. ചിലർക്ക് 15 വയസ്സിലേ മെഡിറ്റേഷൻ ചെയ്യണമെന്ന് ഒരു ഉന്തുതൽ തോന്നും. ചിലർക്ക് 30 വയസ്സിൽ, ചിലർക്ക് 90 വയസ്സിൽ ഞാൻ പറഞ്ഞുതരാം വാ എന്ന് വിളിച്ചാൽ പോലും എനിക്കതൊന്നും വേണ്ട എന്ന് പറയുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്.
ഞാനേ വിളിച്ച് എനിക്കിതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, ഇതിലൊന്നും എന്നെ ഉൾപ്പെടുത്തല്ലേ എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുള്ളവർ എത്രയോ പേരുണ്ട്. അപ്പം എല്ലാവർക്കും എല്ലാം കിട്ടത്തില്ല. ഇപ്പം ഈ മെഡിറ്റേഷൻ ചെയ്യണം എന്ന് ഇരിക്കുന്നത് തന്നെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഇപ്പം കാണിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അപ്പം ബിഗിനേഴ്സ് ശരി, ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് എക്സ്പെക്റ്റേഷനിൽ ഇരിക്കരുത്. പ്രതീക്ഷ വേണ്ട, ഒരു പ്രതീക്ഷയും വേണ്ട. ഓക്കെ. പിന്നെ നമ്മൾ ഇരിക്കുമ്പം ഇതിനെക്കുറിച്ച് ഒരുപാട് എനിക്ക് പറയാനുണ്ട്. നമ്മൾ ഇരിക്കുമ്പം, മെഡിറ്റേഷനിൽ ഇരിക്കുമ്പം പലവിധമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ദേഹരീതിയായിട്ടും മനോരീതിയായിട്ടും കിട്ടും. അതായത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ദേഹം ലൈറ്റായിട്ട് ഫീൽ ചെയ്യും, ചിലപ്പം ഭാരമായിട്ടിരിക്കും, ചിലപ്പോൾ ഇങ്ങനെ തല കറങ്ങുന്ന പോലെ ഇരിക്കും, ചിലപ്പോൾ ദേഹം മുഴുവനും കറങ്ങുന്ന പോലെ ഇരിക്കും, ചിലപ്പോൾ ഇങ്ങനെ ഈ വെള്ളത്തിൽ മിതക്കുന്ന പോലെ ഇരിക്കും, ഫ്ലോട്ടിംഗ് സെൻസേഷൻ എന്ന് പറയും. അങ്ങനെ ചിലപ്പം കണ്ണടച്ചിരിക്കുമ്പോൾ ഇങ്ങനെ പല പല കളേഴ്സുകൾ വരും, നല്ല നല്ല കളേഴ്സുകൾ വന്നിട്ട് പോകും. പിന്നെ ദേഹനൊമ്പലം എന്ന് വെച്ചാൽ ബാക്ക് പെയിന്, കാല് വേദന, കൈവേദന, തലവേദന, കഴുത്ത് വേദന, എവിടൊക്കെ എങ്ങനെ വേദനിക്കുമെന്നേ നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷേ എന്ത് വന്നാലും ഒരു ഉറച്ച തീരുമാനത്തിലിരിക്കുക, നമ്മളിതിനെ ധ്യാനത്തിനെ തുടങ്ങി നമ്മളിനി ഇതിനെ കൈവിടാൻ പോകുന്നില്ല. ദേഹം മുഴുക്കൻ നൊന്താലും സാരമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം സെൽഫ് ഹീലിങ്ങിൻ്റെ ഒരു അടയാളമാണ്. അപ്പം ദേഹത്ത് കുറേ നമ്മൾ ചേർത്ത് വെച്ചിട്ടുണ്ട് വേണ്ടാത്തത്, അതൊക്കെയാണ് വെളിയിൽ പോകുന്നത്. ഓക്കെ. അതുകൊണ്ട് അത് ഈ വേദനയായിട്ടേ വെളിയിൽ വരത്തുള്ളൂ. അപ്പം അത് കണ്ട് നമുക്ക് നമ്മൾ പേടിക്കരുത്, അതുകൊണ്ട് നമ്മൾ നിർത്തരുത്. പിന്നെ അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ധ്യാനം ചെയ്യുക, ധ്യാനം ചെയ്ത് ഈ നോ തോട്ട് സ്റ്റേറ്റിൽ വരുവാണ്. ഈ ധ്യാനം ചെയ്യുമ്പം മെയിനായിട്ട് ഈ ബോഡി പെയിൻ വരുന്നു, നെഗറ്റീവായിട്ട് തോന്നുന്നു, പോസിറ്റീവായിട്ട് തോന്നുന്നു, ചിലപ്പോൾ ഹാപ്പി ആയിരിക്കും, ചിലപ്പോൾ മെഡിറ്റേഷനിൽ ഉറങ്ങിപ്പോകും. ഞാനൊക്കെ ആദ്യമൊക്കെ ഇഷ്ടം പോലെ ഉറങ്ങിയിട്ടുണ്ട്. ഇരുന്ന് ഉറങ്ങിയിട്ട് കണ്ണ് തുറന്ന് നോക്കുമ്പം എനിക്കൊരു സംശയം, ഞാൻ ഉറങ്ങിയതാണോ അത് ഡീപ്പ് മെഡിറ്റേഷനിൽ പോയതാണോ? വലിയ ഡീപ്പ് മെഡിറ്റേഷനൊന്നുമല്ല. ആദ്യമൊക്കെ ഇഷ്ടം പോലെ നമ്മൾ ഉറങ്ങും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്തിന് ശക്തിയില്ല, മെഡിറ്റേഷൻ ചെയ്യാനുള്ള ശക്തിയില്ല. ഈ ശക്തി കുറയുമ്പോഴാണ് ഈ ഉറക്കം തൂങ്ങുന്നത്. അപ്പം ഇരുന്ന് ഉറങ്ങും. അതിനും ഒരു നല്ല പേരാണ് ഇവരിട്ടിരിക്കുന്നത്, യോഗനിദ്ര. അതായത് മെഡിറ്റേഷൻ ചെയ്യുമ്പം വരുന്ന ഉറക്കത്തിന് യോഗനിദ്ര എന്ന് പേര്. അപ്പം ഈ യോഗനിദ്ര കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആകും. ഈ ഉറക്കവേ നമുക്ക് എനർജൈസിങ് ആണ്. ഓക്കെ. അപ്പോൾ ആ എനർജൈസിങ് കഴിഞ്ഞ ഉടനെ നമുക്ക് തിരിച്ചും മെഡിറ്റേഷനിലോട് കണ്ടിന്യൂ ചെയ്യണം. ശരി, ഞാൻ അരമണിക്കൂർ വിചാരിച്ചു, അരമണിക്കൂർ കഴിഞ്ഞു, ഉറങ്ങി എണീച്ചു, എന്നാൽ പിന്നെ നാളെ ആവട്ടെ. അങ്ങനെയല്ല. അരമണിക്കൂർ ഉറങ്ങിയാൽ ഉറങ്ങിക്കോ, അതിൽ ഒരു കുറ്റബോധം വേണ്ട. അരമണിക്കൂറല്ല, 1 മണിക്കൂർ ഇരുന്ന് ഉറങ്ങിയാലും ഒരു കുറ്റബോധവും വേണ്ട. പക്ഷേ ഉറങ്ങി എണ്ണിച്ച് നമ്മൾ അവയർനെസ്സോടെ എണ്ണിച്ച് ഇരിക്കത്തില്ലേ, ജാഗ്രത അവസ്ഥയിൽ വരത്തില്ലേ, കോൺഷ്യസ് ആയിട്ട്. അപ്പം വീണ്ടും നമ്മൾ മെഡിറ്റേഷനിൽ തുടരണം. ഓക്കെ. ആൻഡ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്തുവാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ സഹസ്രാര ചക്രം വരെ അറിയാമല്ലോ. മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. ഇത്രയും മെയിൻ ചക്രങ്ങളാണ്. ഈ സഹസ്രാരം നടു ഉച്ചിക്ക് മേളിൽ ഒരു ട്യൂബ് പോലെ ഉണ്ട്. അതിൻ്റെ പേരാണ് ബ്രഹ്മേന്ദ്രം. ബ്രഹ്മേന്ദ്രം എന്ന് വെച്ചാൽ ഒരു ടണൽ. അതുവഴിയാണ് ഈ കോസ്മിക് എനർജി ആ ടണൽ വഴി അകത്ത് കയറി നമ്മുടെ സഹസ്രാരത്തിൽ കയറി അതുവഴി നമ്മുടെ എല്ലാ 72,000 നാഡികൾക്കും 104 ചക്രാസിലും കൂടെ അതിനെ കടത്തിവിടും. അപ്പം നമ്മളുടെ ഫുൾ ബോഡി എനർജൈസ് ആകും. ഓക്കെ. അതാണ് ഫസ്റ്റ് നടക്കാൻ പോകുന്നത്. അപ്പം ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ഈ നോ തോട്ട് സ്റ്റേറ്റിലിരിക്കുമ്പോഴേ ഈ കോസ്മിക് എനർജി അകത്ത് പോകത്തുള്ളൂ. അപ്പം നമ്മൾ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ.
ഇനി എത്ര കാലം പിടിക്കും നോ തോട്ട് സ്റ്റേറ്റ് വരാനെന്ന് നമുക്കറിഞ്ഞൂടാ. എന്നാലും എന്നെങ്കിലും ഒരു ദിവസം നമുക്കത് കിട്ടുമ്പോഴത്തേക്ക് അല്ലാതെയും നമുക്ക് കുറേശ്ശെ എനർജി വരുന്നതൊക്കെ നമുക്ക് മനസ്സിലാകും. നോ തോട്ട് സ്റ്റേറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് നല്ല എനർജി കിട്ടുന്നത് നമുക്ക് മനസ്സിലാകും. മെഡിറ്റേഷൻ കഴിയുമ്പോൾ ഫ്രഷ് ആയിരിക്കും. സോ മെഡിറ്റേഷൻ കഴിയുമ്പോൾ ഫ്രഷ് ആയിരിക്കുന്നോ ടയേർഡായിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാനുള്ള ഒരു വഴി. അപ്പം മെഡിറ്റേഷൻ കഴിഞ്ഞ് നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ മനസ്സ് ഹാപ്പി ആയിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ കാമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷനിലാണ് ഇരുന്നത് എന്നർത്ഥം. അല്ല വെറുതെ ഇരുന്ന് ഉറങ്ങി എന്ന് പറഞ്ഞാൽ ചിലപ്പം ഡള്ളായിരിക്കും. എന്നാലും അത് ഒന്നും ചെയ്യാതിരിക്കുന്നതിനെക്കാട്ടിലും ഒരു സ്റ്റേറ്റ് ബെറ്ററാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി കുറച്ചും കൂടെ കാര്യങ്ങളുണ്ട്. അതായത് തയ്യാറെടുപ്പ്. അടുത്ത വീഡിയോയിൽ മെഡിറ്റേഷനിൽ ഇരിക്കാൻ ഉള്ള തയ്യാറെടുപ്പുകൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും നന്ദി.